നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പങ്കാളിയിൽ നിന്നും സ്നേഹം ലഭിക്കുമെന്ന് പ്രതീക്ഷയുള്ളിടത്തോളം പരസ്പരം പിണങ്ങുകയും വാശി പിടിക്കുകയും ചെയ്യും. എന്നാൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നതോടെ പിണക്കവും വാശിയും എല്ലാം അവിടെ അവസാനിക്കും. പിന്നീട് മനസ്സിന് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു മരവിപ്പാണ്. അങ്ങനെ പങ്കാളിയിൽ നിന്നും അപ്രതീക്ഷിതമായി മനസ്സിനടിയേറ്റ ഒരു നടന്റെ ജീവിതം പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയതിന് നിദാനമായ സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരച്ചു കാട്ടുകയാണ്. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ കൂടുതൽ ആർക്കും അറിയാത്ത പല കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 150-ൽ പരം എപ്പിസോഡുകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞത് കള്ളത്തരമാണ്, കല്ലുവെച്ച നുണയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആരും രംഗത്ത് വന്നിട്ടുമില്ല. ഞാൻ എൻ്റെ പ്രേക്ഷകരോട് എൻ്റെ അറിവിലും ബോധ്യത്തിലുമുള്ള കാര്യങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അന്യഭാഷാ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ റെഫറൻസിൽ ചെറിയ ചില പിശകുകൾ വന്നിട്ടുമുണ്ട്. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ തിരുത്തിയിട്ടുമുണ്ട്. അതൊന്നും വലിയ ഗൗരവമേറിയ കാര്യങ്ങളായിരുന്നില്ല. പേരുകളിലോ തീയതികളിലോ വരുന്ന മനുഷ്യ സഹജമായ ചില പിഴവുകൾ മാത്രം. പലരും എന്നോട് ചോദിക്കുന്നു, നിങ്ങളുമായി അടുപ്പമുള്ള പലരുടെയും രഹസ്യങ്ങൾ നിങ്ങൾ എന്തിന് ഹൈഡ് ചെയ്തു വെക്കുന്നു എന്ന്. ഞാൻ അവരോട് പറഞ്ഞ മറുപടി, ഒന്നും മനഃപൂർവ്വം മറച്ചു വെക്കുന്നതല്ല. ഞാൻ ഇവിടം വിട്ടു പോകുന്നതിന് മുമ്പ് എല്ലാ സംഭവങ്ങളും തുറന്നു പറയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അതിനു മുമ്പ് എന്നെ ആരെങ്കിലും തട്ടിക്കളഞ്ഞാൽ എനിക്ക് പകരം ഇക്കാര്യങ്ങളൊക്കെ അറിയാവുന്ന മറ്റൊരാൾ രംഗത്ത് വന്നുകൊള്ളും. എന്നാൽ ചില കാര്യങ്ങൾ ചിലരുടെ കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നതിനാൽ അതൊന്നും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ നിരന്തരമുണ്ടായാൽ തെളിവ് സഹിതം ഞാനത് പുറത്തുവിടുകയും ചെയ്യും. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം കാരണം സിനിമയിലെ പുതിയ രഹസ്യങ്ങൾക്ക് അധികം ആയസില്ല. കുറെയൊക്കെ അപ്പോഴപ്പോൾ തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ പഴയ തലമുറയിലെ രഹസ്യങ്ങൾ പലതും ഇന്നും അജ്ഞാതമാണ്. ഇപ്പോൾ താങ്കൾ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, സിനിമയിൽ ആദ്യകാലത്ത് നല്ല രീതിയിൽ ജീവിച്ച് ജനമനസ്സുകളിൽ സ്ഥാനമുറപ്പിച്ച ഒരു നടന്റെ ദയനീയമായ പതനത്തിന് ഇടവരുത്തിയ സംഭവങ്ങൾ കാണുമ്പോഴുള്ള വേദന കൊണ്ട് മാത്രമാണ്. നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച നല്ലൊരു നടന്റെ സന്തോഷം നിറഞ്ഞ കുടുംബ ബന്ധം തകരുകയും തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് അയാൾ വഴുതി വീഴുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അയാൾ എങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു എന്നത് നിങ്ങളെ കൂടി ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സൗഹൃദം വെച്ച് മുതലെടുത്ത ഒരു പ്രമുഖ സംവിധായകന്റെ കടന്നുവരവാണ് വളരെ ശുദ്ധനും പാവവുമായിരുന്ന ആ നടന്റെ കുടുംബ തകർച്ചയ്ക്ക് വഴിവെച്ചത്. ഞാൻ മദ്രാസിൽ ഉണ്ടായിരുന്ന കാലത്ത് ഈ നടൻ അവിടത്തെ ഒരു പ്രശസ്ത നടിയുമായി കടുത്ത പ്രണയത്തിലായിരുന്നു. ഇവരുടെ അതിസുന്ദരമായ പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തിയപ്പോൾ പലരെയും വിവാഹത്തിന് ക്ഷണിക്കാൻ കത്തുമായി പോകുമ്പോഴും ഞാനും ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷപ്രദവും സമാധാനവുമായിരുന്ന അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കുട്ടികളും ജനിച്ചു. നടന്റെ പ്രശസ്തി അത്യുന്നതങ്ങളിൽ എത്തുകയും ചെയ്തു. തന്റെ ഭാര്യ എന്തു പറയുന്നുവോ അത് അപ്പടി അനുസരിക്കുന്ന ഒരു നല്ല ഭർത്താവായിരുന്നു ഈ നടൻ. സിനിമാ മേഖലയിൽ മാത്രമല്ല അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചത്. ചാനലുകളിൽ അവതാരകനായിട്ടും ഗസ്റ്റായിട്ടും വന്ന അദ്ദേഹം പിന്നീട് രാഷ്ട്രീയത്തിലും മിന്നിത്തിളങ്ങി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം സന്തോഷത്തോടു കൂടി പോയാലും എവിടെയെങ്കിലും ഒന്ന് താളം തെറ്റുമ്പോൾ അത് കുടുംബജീവിതത്തിലാണെങ്കിൽ ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റാതെ പോകും. അതോടെ ഇത് കൂടുതൽ സങ്കീർണതകളിലേക്കും പ്രശ്നങ്ങളിലേക്കും എത്തപ്പെടാറുമുണ്ട്. കുടുംബജീവിതത്തിലാണെങ്കിൽ അത് ചിലപ്പോൾ പരസ്പരം ദേഹോപദ്രവങ്ങളിലേക്കും ചെന്നെത്തിയേക്കാം. പിന്നീട് വക്കീല്, കേസ്, കോടതി, പരസ്പരം ചെളിവാരിയെറിയൽ, മധ്യസ്ഥത, എല്ലാത്തിനും ഒടുവിൽ വേർപിരിയലും ഇതെല്ലാം പതിവാണല്ലോ. പലപ്പോഴും പലയിടങ്ങളിലും ചിലപ്പോഴൊക്കെ നിസ്സാര പ്രശ്നങ്ങളാണ് ഇതിലേക്ക് വഴിതെളിക്കുന്നത്. എന്നാൽ ഇവരുടെ കാര്യത്തിൽ വളരെ ഗൗരവമേറിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മുതലാണ് വളരെ ശുദ്ധനും പാവവുമായിരുന്ന ആ നടന്റെ സ്വഭാവത്തിൽ അടിമുടി മാറ്റം വന്നു തുടങ്ങിയത്. അങ്ങനെ അവരുടെ ദാമ്പത്യം വേർപിരിയലിൽ കലാശിക്കുന്നു. പിന്നീട് കുറെ കാലം ഒറ്റയ്ക്കുള്ള ജീവിതം. തൊഴില് സിനിമാ മേഖലയിലാണെന്ന് ഓർക്കണം. പിന്നീടുള്ള ജീവിതം പറയേണ്ടതുണ്ടോ? കുറച്ചു കാലങ്ങൾക്ക് ശേഷം മറ്റൊരു ജീവിത സഖിയെ കണ്ടെത്തുന്നു. ആ ബന്ധവും പൊരുത്തക്കേടുകൾ കാരണമായിരിക്കാം നിലനിന്നില്ല. അതിന്റെ കാരണങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അവർ പരസ്പരം ചെളിവാരി എറിയാതെ രണ്ട് വഴിക്കങ്ങ് പിരിഞ്ഞു. അതിനുശേഷം വീണ്ടും ഒറ്റയ്ക്കുള്ള ജീവിതം. അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോയി. പീഡന കേസിൽ പ്രതിയാക്കപ്പെട്ടു. അതിപ്പോൾ കോടതിയുടെ
പരിഗണനയിലുമാണ്. പിന്നീടുള്ള സ്വഭാവ വ്യതിയാനം പല രീതിയിലും പ്രകടമായി തുടങ്ങി. രാത്രികാലങ്ങളിലെ ഫോൺ വിളികളും ഫോണിലൂടെയുള്ള അശ്ലീല സംഭാഷണങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പൊടി പൊടിച്ചു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ശോഭനമായ ഒരു രാഷ്ട്രീയ ഭാവിയെയും തകർത്തെറിഞ്ഞു. തന്റെ കുടുംബ ജീവിതങ്ങൾ തകർന്നടിഞ്ഞതിൽ നിന്നുണ്ടായ ഫ്രസ്ട്രേഷനിൽ നിന്നും ഉടലെടുത്തതാണ് ഈ സംഭവങ്ങളെന്ന് മനസ്സിലാക്കാൻ സൈക്കോളജി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അയാൾ ചെറുപ്പകാലം തൊട്ട് കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തുയർത്തിയ സിനിമ രാഷ്ട്രീയ കൊട്ടാരം തകർന്നടിഞ്ഞു. അതിപ്രശസ്തനായ ഒരച്ഛന്റെയും അമ്മയുടെയും ഏക മകൻ. ഈ മകന്റെ ജീവിതം ഇത്തരത്തിൽ തകർന്നടിഞ്ഞതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഈ നടൻ ഇപ്പോൾ സമൂഹത്തിന്റെ മുൻപിൽ വളരെ മോശക്കാരനും വില്ലനായി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയ വ്യക്തി സമൂഹത്തിന്റെ മുൻപിൽ പേരും പ്രശസ്തിയുമുള്ള സർവാദരണീയനുമാണ്. അയാൾ മലയാള സിനിമയ്ക്ക് മറക്കാനാകാത്ത സംഭാവനകൾ നൽകിയ സംവിധായകൻ കൂടിയാണ്. കുടുംബജീവിതത്തിൽ ഉണ്ടായ ഒരു ചെറിയ സ്വരച്ചേർച്ചയില്ലായ്മയെ തുടർന്ന് മദ്രാസിലും കേരളത്തിലുമായി ദമ്പതികൾ അകന്നു നിന്നപ്പോൾ പ്രശ്നം പറഞ്ഞു തീർക്കാനായി എത്തിയ ദൂതനായിരുന്നു സുഹൃത്തായ സംവിധായകൻ. പ്രശ്നം പറഞ്ഞു തീർക്കാനായി സ്ഥിരം സന്ദർശകനായി നടിയുടെ വീട്ടിലെത്തിയ ഈ സംവിധായകൻ പതുക്കെ പതുക്കെ അവിടുത്തെ, അതായത് ആ നടിയുടെ വീട്ടിലെ സ്ഥിര താമസക്കാരനായി. ഇതറിഞ്ഞ സംവിധായകന്റെ ഭാര്യ പിണങ്ങിപ്പോയി. നടിയും സംവിധായകനും തമ്മിലുള്ള ബന്ധത്തിൽ അരുതാത്ത പലതും നടന്നതായി അവർ ഭർത്താവിന്റെ മുൻപിൽ തുറന്നു പറയേണ്ട സന്ദർഭമുണ്ടായി. ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യയിൽ നിന്നും ഇതറിഞ്ഞപ്പോൾ ഭർത്താവിനുണ്ടാകുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇവിടെ തുടങ്ങിയതാണ് ഈ നടന്റെ പല തെറ്റുകളിലേക്കുമുള്ള ജൈത്രയാത്ര. പിണങ്ങിപ്പോയ സംവിധായകന്റെ ഭാര്യയെ മറ്റൊരു മാന്യനായ ദൂതൻ പോയി സമാധാനിപ്പിച്ച് തിരികെ കൊണ്ടുവന്നു. ഒരാളുടെ ജീവിതം എങ്ങനെയൊക്കെ തകർന്നടിയാം എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഞാൻ ഇവിടെ തുറന്നു കാട്ടിയത്. ഈ ജീവിതം തകർത്തെറിഞ്ഞ സംവിധായകൻ പൊതുസമൂഹത്തിന്റെ മുൻപിൽ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞു നിന്നിരുന്ന ആളാണ്. ശത്രുക്കളുടെ ചതി നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അവരോട് നമുക്ക് ക്ഷമിക്കുവാനും പറ്റും. പക്ഷേ ഒപ്പം നിന്ന് ചതിക്കുന്നവരെ നമുക്കെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? സാഹചര്യം കൊണ്ട് പിരിഞ്ഞു പോയവരെ മറക്കരുത്, ചതിച്ചിട്ട് പോയവരെ മറക്കണം. സാഹചര്യം ചതിയാക്കി പോയവരെ അങ്ങ് വെറുത്തേക്കണം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.